മഴതോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അലീന വീണ്ടും ആ വീട്ടിൽ നിൽക്കുന്തോറും വൈജയന്തിക്ക് അലീനയോടുള്ള ആ ഒരു ദേഷ്യവും വെറുപ്പും കൂടി കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അലീന ഈ വീട്ടിൽ നിന്നാലാണല്ലോ പ്രശ്നം. അതുകൊണ്ട് ബാലചന്ദ്രൻ തീരുമാനിക്കാണ്, ബാലചന്ദ്രൻ മരിക്കുന്നതിന് മുൻപായിട്ട് തന്നെ അലീനയുടെ സ്വന്തം അച്ഛനെ ഏൽപ്പിക്കണം. അങ്ങനെ ബാലചന്ദ്രൻ അലീനയുടെ സ്വന്തം അച്ഛനായിട്ടുള്ള സ്റ്റാൻലി എന്ന് വിളിക്കുന്ന ലാലച്ചനെ കണ്ടെത്തിയതിനു ശേഷം ലാലച്ചന്റെ കയ്യിലേക്ക് അലീനയെ ഏൽപ്പിക്കുന്നുണ്ട്. ബാലചന്ദ്രനോട് ലാലച്ചൻ അന്ന് ആഗ്രയിൽ വെച്ച് സംഭവിച്ച കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ വിശദീകരിക്കും. ആഗ്രയിൽ വെച്ച് ലാലച്ചനും വൈജയന്തിയും പ്രണയത്തിലായിരുന്നു. അതിനൊടുവിൽ വൈജയന്തി ഗർഭിണിയായി. വൈജയന്തി പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്തിന് അത്യാവശ്യമായി ലാലച്ചന് നാട്ടിലേക്ക് വരേണ്ടി വന്നു. എന്നാൽ പോരുന്ന വഴിയിൽ നാട്ടിലേക്ക് വരുന്ന വഴി തന്നെ ലാലച്ചന് വലിയൊരു ആക്സിഡന്റ് സംഭവിച്ചു. ആക്സിഡന്റിന്റെ ആഘാതത്തിൽ കുറച്ചു കാലം കോമ സ്റ്റേജിലായിരുന്നു. അങ്ങനെ ഒരു വർഷത്തോളം കിടപ്പിലായിരുന്നു. അതുകൊണ്ട് തന്നെ വൈജയന്തിയുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനോ സംസാരിക്കാനോ ഒന്നും തന്നെ ലാലിച്ചന് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ വൈജയന്തി കുഞ്ഞിനെ പ്രസവിച്ചോ അല്ലെങ്കിൽ വൈജയന്തിക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യങ്ങളൊന്നും തന്നെ ലാലച്ചന് തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ ലാലച്ചൻ ആരോഗ്യമൊക്കെ വീണ്ടെടുത്തിട്ട് വൈജയന്തിയെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോയ സമയത്തായിരിക്കട്ടോ വൈജയന്തിയെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങളെല്ലാം തന്നെ ലാലച്ചൻ തിരിച്ചറിയുന്നത്. അതായത് വൈജയന്തി മറ്റൊരു വിവാഹം കഴിച്ചിട്ട് ഇപ്പോൾ ബാലചന്ദ്രനുമായിട്ട് സുഖിച്ചിട്ട് സന്തോഷത്തോടെ ജീവിക്കുകയാണ് എന്ന കാര്യം. പിന്നീട് ഒരിക്കലും തൻ്റെ കുഞ്ഞിനെ കുറിച്ച് അന്വേഷിക്കാനോ വൈജയന്തിയെക്കുറിച്ച് അന്വേഷിക്കാനൊന്നും തന്നെ ലാലിച്ച് മുതിർന്നില്ല. വൈജയന്തിയുടെ ജീവിതം ഇപ്പം മറ്റൊരാളുമായിട്ട് പങ്കിടുന്നത് കൊണ്ട് തന്നെ താൻ കാരണം ഒരിക്കലും വൈജയന്തിയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടാവരുത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ആയിരിക്കട്ടോ ലാലിച്ചൻ മനഃപൂർവ്വം അവിടെ നിന്നും മാറി നിൽക്കുന്നത്. വൈജയന്തിയുടെ കുടുംബത്തെ പോലെ നല്ല പേരും പ്രശസ്തിയും മഹിമയുള്ള കുടുംബം തന്നെയായിരുന്നു ലാലിച്ചൻ്റേതും. അതുകൊണ്ട് തന്നെ ലാലിച്ചൻ്റെ വീട്ടുകാർക്ക് ലാലിച്ചൻ വൈജയന്തി വിവാഹം കഴിക്കുന്നത് കൊണ്ട് യാതൊരുവിധ താല്പര്യവും ഉണ്ടായിരുന്നില്ല. വൈജയന്തി മറ്റൊരു വിവാഹം കഴിച്ചു എന്നറിഞ്ഞത് കൊണ്ട് തന്നെ ലാലിച്ചൻ്റെ വീട്ടുകാർ നിർബന്ധിച്ചുകൊണ്ട് തന്നെ ലാലിച്ചനെ കൊണ്ട് നിർബന്ധിച്ച് ഒട്ടും ഇഷ്ടമില്ലാതെ മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കുമായിരുന്നു. അങ്ങനെയാണ് ലാലിച്ചൻ മറ്റൊരു വിവാഹം കഴിച്ചത്. എന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ ലാലിച്ചനിൽ നിന്ന് ബാലചന്ദ്രൻ മനസ്സിലാക്കുന്നുണ്ട്. ബാലചന്ദ്രൻ ഏതായാലും കൂടുതൽ കാര്യങ്ങളൊക്കെ ലാലിച്ചന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വൈജയന്തി അന്ന് പ്രസവിച്ച കുഞ്ഞാണ് അലീന എന്നും അലീന തൻ്റെ സ്വന്തം മകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ ബാലചന്ദ്രൻ ലാലിച്ചൻ്റെ കയ്യിലേക്ക് അലീനയെ ഏൽപ്പിക്കുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ അലീന ലാലിച്ചനെ ഏൽപ്പിച്ചതിന് ശേഷം തിരികെ വീട്ടിലേക്ക് വരുന്നത് കാണുന്ന സമയത്തിന് അലീന കൂടെയില്ല. അതുകൊണ്ട് തന്നെ വൈജയന്തി ഭയങ്കര സന്തോഷത്തിലായിരിക്കും. വൈജയന്തി ചിന്തിക്കുന്നത്, ഏതായാലും ആ പിഴച്ചുള്ളവിടെ നിന്നും പോയല്ലോ, അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതം ഇനി വളരെയധികം സന്തോഷകരമായിരിക്കും. പഴയതുപോലെയുള്ള സ്നേഹത്തോടെയുള്ള ജീവിതമായിരിക്കും ഇനി ഞങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നത്. ഇനി ഒരിക്കലും ബാലചന്ദ്രൻ എന്നെ വെറുക്കില്ല. അങ്ങനെ ബാലചന്ദ്രൻ തളിച്ചു വരുന്നത് കാണുന്ന സമയത്തിന് വൈജയന്തി ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കട്ടോ ബാലചന്ദ്രൻ കയറി വന്നിട്ട് വൈജയന്തിയോട് അങ്ങ് ദേഷ്യപ്പെടുന്നത്. അത് കാണുന്ന സമയത്തിന് വൈജയന്തിക്ക് വല്ലാത്ത സങ്കടം തോന്നും. എന്നിട്ട് വൈജയന്തി ചോദിക്കുന്നത്, നിങ്ങൾ എന്താ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? എന്താ ആ പിഴച്ചവൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണോ? അവൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണോ നിങ്ങൾക്ക് ഇത്രമാത്രം ദേഷ്യം വരുന്നതെന്ന്? എന്താ നിങ്ങൾ തന്നെയല്ലേ അവളെ എവിടെ നിന്നും പറഞ്ഞു വിട്ടതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ വൈജയന്തി ബാലചന്ദ്രനോട് ദേഷ്യപ്പെടും. അല്ല, നിങ്ങൾക്ക് എന്നോടേക്കാൾ എന്ത് ബന്ധമാണ് അവളുമായിട്ടുള്ളത്? ഇത്ര കാലം ഞാൻ നിങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് പോലും എന്നോട് പോലും ഇല്ലാത്ത സ്നേഹമാണ് നിങ്ങൾക്ക് അവളോടുള്ളത്. ഇത്രമാത്രം അവളെ സ്നേഹിക്കാനും അവളോൾക്ക് ഇങ്ങനെ വാത്സല്യം കൊടുക്കാൻ മാത്രം നിങ്ങൾക്ക് എന്ത് ബന്ധമാണ് അവളുമായിട്ടുള്ളത്? അവൾ ഇത്രമാത്രം എന്ത് കൂടോത്തരമാണ് ചെയ്തത്? അവൾ ഇത്രമാത്രം എന്ത് തലേണ മന്ത്രമാണ് ചെയ്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ വൈജയന്തി വളരെ മോശ രീതിയിലൊക്കെ സംസാരിക്കുന്നത് കേൾക്കുന്ന സമയത്തിന് ബാലചന്ദ്രന് വല്ലാത്ത ദേഷ്യം വരും. ബാലചന്ദ്രൻ ചോദിക്കുന്നത്, വൈജയന്തി നിനക്ക് എന്ത് അർഹതയാണുള്ളത് ആ കുഞ്ഞിനെ പിഴച്ചവൾ എന്നൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട്? അതെ, ആ കുഞ്ഞൊരു പാവാണ്, മഹാസാധു. അവൾ പിഴച്ചവളൊന്നുമല്ല, അവളുടെ അമ്മയാണ് പിഴച്ചവള്. അല്ല വൈജയ്, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? നിന്റെ ജീവിതത്തിൽ ഒരു തെറ്റും സംഭവിച്ചിട്ടില്ലേ? ഞാൻ നിന്റെ കൂടെ ഈ 10-22 വർഷക്കാലം ജീവിച്ചു. എന്നിട്ട് നീ എന്നിൽ നിന്നും എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ? ഇനി നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാൻ ബാക്കിയുണ്ടോ? നീ എന്നിൽ നിന്നും കുറേ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചു. പറ വൈജയ്, നിനക്ക് ഇനി എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന് വീണ്ടും ചോദിക്കാട്ടോ ബാലചന്ദ്രൻ. ആ സമയത്തന്നെ വൈജയന്തി ഒന്നും തന്നെ പറയുന്നില്ല. ബാലചന്ദ്രനാണെങ്കിൽ അറിഞ്ഞ സത്യങ്ങളൊന്നും തന്നെ വൈജയന്തിയോടും പറയുന്നില്ല. ബാലചന്ദ്രൻ ആകെ വിഷമായിരിക്കുകയാണ്. കാരണം തന്നെയും തൻ്റെ മകളുടെ സ്ഥാനത്ത് കാണുന്ന അലീനയും ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ വൈജയന്തി വളരെ മോശ രീതിയിലായിരിക്കും സംസാരിച്ചത്. അവർ രണ്ടുപേരും അവിഹിതമുണ്ട് എന്ന രീതിയിലൊക്കെ ആയിരിക്കട്ടെ വൈജയന്തി സംസാരിച്ചത്. അങ്ങനെ സ്വന്തം ഭാര്യ തന്നെ ഇങ്ങനെ സംശയിക്കുന്നത് കേൾക്കുന്ന സമയത്തന്നെ ബാലചന്ദ്രൻ്റെ പിന്നീട് വൈജയന്തിയോട് ഭയങ്കര അറപ്പും ദേഷ്യവും വെറുപ്പൊക്കെ തോന്നിപ്പോവാണ്. അങ്ങനെ ബാലചന്ദ്രൻ വീണ്ടും വൈജയന്തിയുടെ മുറിയിലല്ലോ മറ്റൊരു മുറിയിൽ തന്നെയായിരിക്കും പോയി കിടക്കുന്നത്. എന്നാലും അലീനയുടെ കാര്യമൊക്കെ ചിന്തിക്കുന്ന സമയത്ത് തന്നെ ബാലചന്ദ്രന് വല്ലാത്തൊരു വിഷമവും മനസ്സിന് വല്ലാത്തൊരു ഭാരമൊക്കെ അനുഭവപ്പെടും. സ്വന്തം അമ്മ തന്നെയാണല്ലോ സ്വന്തം മകളെ പോലും മനസ്സിലാക്കാതെ അവളെ ഇത്ര മോശ രീതിയിലൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടായിട്ടോ ബാലചന്ദ്രന് ആകെ വിഷമമായിരിക്കുന്നത്. അങ്ങനെ അലീനെ അവിടെ തിരിച്ചു കൊണ്ടുപോയാക്കിയതിന് ശേഷം വീണ്ടും അലീനെ പറ്റിയിട്ട് മാത്രമായിരിക്കും ബാലചന്ദ്രൻ ചിന്തിക്കുന്നത്.
വീണ്ടും കുറേ കാര്യങ്ങൾ അലീനയെ പറ്റിയിട്ട് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്തിന് ബാലചന്ദ്രൻ്റെ മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നാണ്. അങ്ങനെ ആകെ മനസ്സ് വിഷമിച്ചുകൊണ്ട് തന്നെ ബാലചന്ദ്രന് വീണ്ടും ഒരു നെഞ്ചുവേദന അനുഭവപ്പെടും. എന്നാൽ വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ടും വൈജയന്തിയുടെ സേവനം ഇഷ്ടമില്ലാത്തതുകൊണ്ടും തന്നെ ബാലചന്ദ്രൻ ആകെ അസ്വസ്ഥമാവുന്ന സമയത്തിന് ഹെൽപ്പിന് വേണ്ടി വിളിക്കുന്നത് മനുവിനെ ആയിരിക്കും. മോനെ മനു, എനിക്ക് ഒട്ടും വയ്യ, നെഞ്ചുവേദന എടുക്കുന്നുണ്ട്, എന്നെ നീ പെട്ടെന്ന് തന്നെ വന്നിട്ടൊന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, വേറെ ആരും ഈ വീട്ടിലില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ ബാലചന്ദ്രൻ ഇങ്ങനെ മനുവിനെ വിളിക്കുന്നത്. മനു ഇത് കേട്ട പാടെ തന്നെ വേഗം തന്നെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്ന് മാത്രമല്ല ബാലചന്ദ്രനെ കൂട്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടെത്തിക്കും. അങ്ങനെ മനു ഹോസ്പിറ്റലിലേക്ക് ബാലചന്ദ്രനെ എത്തിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഐസിയിലേക്ക് കയറ്റുന്നു. മാത്രമല്ല ബാലചന്ദ്രനെ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത് ഈ വിവരം അറിഞ്ഞുകൊണ്ട് തന്നെ വൈജയന്തിയുടെ അമ്മയും കമലയും അങ്ങനെ എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ടാവും. ബാലചന്ദ്രന് വലിയൊരു ഹാർട്ട് അറ്റാക്കാണ് വന്നിരിക്കുന്നത് എന്നറിഞ്ഞതോടുകൂടി തന്നെ വൈജയന്തിയും എല്ലാവരും ആകെ തകർന്നു പോവാണ്. എന്തായിരിക്കും ഇതിന് കാരണമെന്നൊന്നും അവർക്ക് ആർക്കും തന്നെ അറിയില്ല. അങ്ങനെ 2 ദിവസത്തെ ഒബ്സർവേഷന് ശേഷം ബാലചന്ദ്രൻ സംസാരിക്കാനാവുന്ന സമയത്തന്നെ മനുവിനെ അങ്ങോട്ടേക്ക് വിളിപ്പിക്കുന്നുണ്ട്. അങ്ങനെ മനുവിനോട് സംസാരിക്കട്ടോ ബാലചന്ദ്രൻ പറഞ്ഞിട്ട് മോനെ മനു, എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ അലീന മോളെ ഒന്ന് കാണണം, അവളെ ഇങ്ങോട്ടേക്ക് വിളിപ്പിക്കണം, എനിക്ക് ഉടനെ തന്നെ അവളെ കാണണമെന്നുണ്ട്. ഞാൻ വിളിക്കുന്നു, എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ അലീന മോൾ എന്തായാലും ഓടി വരും. അതുകൊണ്ട് എനിക്കിപ്പോൾ തന്നെ അവളെ കാണണമെന്നിങ്ങനെ നിർബന്ധം പിടിക്കുന്ന സമയത്തിന് മനു പറഞ്ഞത് എസ് അങ്കിളെ, ഉടനെ തന്നെ ഞാൻ അലീനയെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കും. അങ്ങനെ മനു പുറത്തിറങ്ങിയതിന് ശേഷം വൈജയന്തിക്ക് ബാലചന്ദ്രനെ കാണാൻ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ പോലും ബാലചന്ദ്രൻ അതിനൊന്നും തന്നെ അനുവദിക്കുന്നില്ല. ആരെയും ഇതിൻ്റെ അകത്തേക്ക് കടത്തിവിടണ്ട എന്ന് മാത്രമായിരിക്കട്ടെ ബാലചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. മനു ഏതായാലും ബാലചന്ദ്രൻ പറഞ്ഞതനുസരിച്ച് അലീനയെ പോയി തേടി കണ്ടുപിടിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അലീനയുമായിട്ട് ബാലചന്ദ്രൻ്റെ മുറിയിലേക്ക് കൊണ്ടുവരും. അങ്ങനെ മനു അലീനയെ കൂട്ടിയിട്ട് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ഐസിയിലേക്ക് ഇങ്ങനെ പോകുന്നതും കണ്ടുകൊണ്ട് തന്നെ മുത്തശ്ശിയും അതുപോലെ വൈജയന്തി കമലമ്മയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. വൈജയന്തിക്ക് അലീനയെ കാണുന്ന സമയത്ത് ഭയങ്കര അങ്ങ് ദേഷ്യം വന്നുകൊണ്ട് തന്നെ നേരെ അലീൻ്റെ അടുത്തേക്ക് വരും. എന്നിട്ട് ചോദിക്കുന്നത്, എടി നീ വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നോ? എടി നീ എന്തിനാടി എൻ്റെ ബാലചന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്? അസത്തെ, നിന്റെ ആരും ഇവിടെ കിടക്കുന്നില്ലല്ലോ, പിന്നെ നീ എന്ത് ആവശ്യത്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ വൈജയന്തി ദേഷ്യപ്പെടാണ്. ആ സമയത്തിന് നിറ കണ്ണുകളോടുകൂടി ആയിരിക്കട്ടെ അലീന മറുപടി പറയുന്നത്. അലീന പറഞ്ഞിട്ട്, അത് പിന്നെ മാഡം, സർ എന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അത് കേൾക്കുന്ന സമയത്തിന് വൈജയന്തിക്ക് ഭയങ്കര അങ്ങ് ദേഷ്യം വരാട്ടോ. കാരണം ബാലചന്ദ്രനെ വിളിപ്പിച്ചിട്ടാണ് അലീന അങ്ങോട്ടേക്ക് വന്നത് എന്നറിയുന്ന സമയത്തന്നെ വൈജയന്തി ചോദിക്കുന്നത്, എടി നീ അയാൾ വിളിച്ചപ്പോഴേക്കും നീ ഇങ്ങോട്ടേക്ക് വന്നോ? അതെ, ഞാനും അയാളും തമ്മിലുള്ളാത്ത എന്ത് ബന്ധമാണ് നീയും അയാളും തമ്മിലുള്ളത്? എന്താടി നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്തിന് അലീന ഒന്നും മിണ്ടുന്നില്ലാതെ തല താഴ്ത്തി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കട്ടോ. വൈജയന്തി ചോദിക്കുന്നുണ്ട്, പറയടി എന്താണ് നിനക്കൊന്നും പറയാൻ പറ്റുന്നില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അലീനയോട് ദേഷ്യപ്പെടുന്ന സമയത്തന്നെ മനു ആയിരിക്കും സംസാരിക്കുന്നത്. മനു ചോദിക്കുന്നുണ്ട്, ആൻറ്റി ഒരാളവിടെ ഒട്ടും വയ്യാതെ അകത്ത് കിടക്കുന്നുണ്ട്, ആ സമയത്ത് പോലും നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അങ്കിള് പറഞ്ഞിട്ടാണ് ഞാൻ ഇവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, അതുകൊണ്ട് അങ്കിളിന് ഇവളോട് കാണണം, സംസാരിക്കണം, വാ അലീന എന്നൊക്കെ പറഞ്ഞ് അലീനയുടെ കയ്യും പിടിച്ച് വലിച്ചിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോവാട്ടോ മനു. ഇതെല്ലാം കാണുന്ന സമയത്തന്നെ വൈജയന്തിക്ക് ദേഷ്യം അടക്കാൻ കഴിയാതെ അങ്ങനെ ദേഷ്യം കടിച്ചു പിടിച്ച് നിൽക്കുമായിരിക്കും. അങ്ങനെ മനു അലീനയും കൂട്ടിയിട്ട് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്ന് നോക്കുന്ന സമയത്തിന് ബാലചന്ദ്രൻ്റെ ആ ഒരു കിടപ്പെല്ലാം കാണുന്ന സമയത്തിന് അലീനക്ക് ഭയങ്കര സങ്കടമായിരിക്കട്ടോ. നെഞ്ച് പൊട്ടുന്ന വേദനയോടെ നിറ കണ്ണുകളോടെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരിക്കും അലീന ചോദിക്കുന്നുണ്ട്, സാറിനത് എന്തു പറ്റി? സാറിനൊന്നും സംഭവിക്കില്ല, പ്രാർത്ഥനയോടുകൂടെ ഞാനുണ്ട് സാറിൻ്റെ കൂടെ എപ്പോഴും എന്ന് പറയുന്ന സമയത്തന്നെ ബാലചന്ദ്രൻ പുഞ്ചിരിച്ച് ചോദിക്കുന്നുണ്ട്, ആ എൻ്റെ മോള് വന്നോ? അല്ലെങ്കിലും എനിക്കറിയാമായിരുന്നു, ഞാൻ വിളിച്ചാൽ എൻ്റെ മോള് വരുമെന്ന് എനിക്കറിയാമായിരുന്നു എന്നൊക്കെ പറയും. അലീന വീണ്ടും ബാലചന്ദ്രനെ സർ എന്ന് വിളിക്കുന്നത് ഒട്ടും തന്നെ ബാലചന്ദ്രന് താല്പര്യമില്ല. ബാലചന്ദ്രൻ പറഞ്ഞിട്ട്, മോളെ നീ എന്നെ അച്ഛ എന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടമെന്ന് പറയും. ബാലചന്ദ്രൻ അലീനയുടെ സ്വന്തം അച്ഛനല്ലെങ്കിൽ പോലും ഒരച്ഛൻ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹവും വാത്സല്യവും ഒക്കെ ബാലചന്ദ്രൻ അലീനക്ക് കൊടുക്കുന്നുണ്ട്. അലീനക്കാണെങ്കിൽ അതുപോലെ തന്നെ ആയിരിക്കട്ടെ ബാലചന്ദ്രനോടുള്ള സ്നേഹവും. ബാലചന്ദ്രൻ പറഞ്ഞിട്ട്, മോളെ അലീനെ നീ ഇവിടെ തന്നെ കാണണം. അലീന പറഞ്ഞിട്ട്, അച്ഛൻ ഇപ്പോൾ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട, അച്ഛനെ വിട്ട് ഞാൻ എങ്ങോട്ടേക്കും പോവില്ല, ഞാൻ ഇവിടെ തന്നെ കാണും, അച്ഛനെ ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവുമെന്നൊക്കെ പറയും. അങ്ങനെ ട്രീറ്റ്മെൻറ്റിന് ശേഷം കുറച്ചൊക്കെ ഭേദമാവുന്നതോടുകൂടി തന്നെ ബാലചന്ദ്രനെ ഡിസ്ചാർജ് ആക്കിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ബാലചന്ദ്രനെ ഡിസ്ചാർജ് ആക്കി വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ വൈജയന്തി വീട്ടിലുണ്ടാവട്ടോ. എന്നാൽ ബാലചന്ദ്രൻ്റെ കൂടെ തന്നെ അലീനയും കൂടെ കാണുന്ന സമയത്തിന് വൈജയന്തിക്ക് ദേഷ്യം വരും. സ്വന്തം ഭർത്താവിൻ്റെ മുന്നിൽ വെച്ച് പറയാൻ പറ്റാത്ത വളരെയധികം മോശ രീതിയിൽ തന്നെയായിരിക്കട്ടെ വൈജയന്തി അലീനയോട് സംസാരിക്കുന്നത്. എടി നീ എന്തിനാടി വീണ്ടും ഇങ്ങോട്ടേക്ക് വലിഞ്ഞു കയറി വന്നത്? നിന്നെ ഇവിടെ നിന്നും പറഞ്ഞയച്ചതല്ലേ? ബാലചന്ദ്രനുമായിട്ട് എന്ത് അവിഹിതമുള്ളത് കൊണ്ടാണ് നീ ഇങ്ങോട്ടേക്ക് വീണ്ടും കയറി വന്നത്? നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം? നിങ്ങൾ തമ്മിലുള്ള രഹസ്യബന്ധമാണ് ഞങ്ങളുടെ കുടുംബ ബന്ധത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം. നീ എൻ്റെ വീട്ടിൽ കാലുകുത്തിയതിന് ശേഷമാണ് എൻ്റെ വീട്ടിൽ ഇത്രമാത്രം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്.
നീ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും എത്രയോ സന്തോഷമായിട്ട് ഞങ്ങളുടെ മക്കളുമായിട്ട് ജീവിച്ചിരുന്നേനെ എന്നൊക്കെ പറയട്ടോ. ആ സമയത്തന്നെ ബാലചന്ദ്രൻ്റെ ദേഷ്യം വരും. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, 10-22 വർഷത്തോളം നീ എൻ്റെ കൂടെ ജീവിച്ചിട്ട് എന്ത് സമാധാനമാണ് വൈജയ് നീ എനിക്ക് തന്നത്? ഇത്ര കാലമായിട്ട് നീ ഇത്തിരിയെങ്കിലും സ്നേഹം എനിക്ക് തന്നിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു വാക്ക് സ്നേഹത്തോട് നീ എന്നോട് സംസാരിച്ചിട്ടുണ്ടോ? എന്നെ ഒരു അടിമയെ പോലെയല്ലേ നീ കണ്ടിട്ടുള്ളൂ? എപ്പോഴും നിനക്ക് ബാക്കിയുള്ളവരെ ഭരിക്കണം, എല്ലാവരെയും നിനക്ക് നിലക്ക് നിർത്തണം. നീ എന്തൊക്കെ തന്നെ ചെയ്താലും നിന്നോടുള്ള എൻ്റെ സ്നേഹം കാരണം ഞാൻ അതിനൊന്നും തന്നെ നിന്നെ തടസ്സപ്പെടുത്തിയിരുന്നില്ല. നിന്റെ ഇഷ്ടത്തിന് നീ ജീവിക്കട്ടെ എന്ന് കരുതി, ലൈഫ് എൻജോയ് ചെയ്യട്ടെ എന്ന് കരുതി, നിന്റെ ഇഷ്ടത്തിന് നീ സമ്പാദിക്കട്ടെ എന്നും കരുതി. ഞാൻ ജ്വല്ലറിയിൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി നോക്കുന്ന സമയത്തിന് നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് നീ മക്കളെ നോക്കിയിട്ട് വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി എന്നൊക്കെ. പക്ഷേ നിനക്കെപ്പോഴും അഹങ്കാരമായിരുന്നു. നിനക്കെപ്പോഴും ആവശ്യം നീ സമ്പാദിക്കുന്ന പണം മാത്രമായിരുന്നു. എൻ്റെ തണൽ ജീവിക്കാൻ നീ ഒരിക്കൽ പോലും ആഗ്രഹിച്ചിട്ടില്ല. അലിന ഈ വീട്ടിലില്ലായിരുന്നുവെങ്കിൽ പിന്നെ നിന്റെ മകളുടെ ബബിതയുടെ ജീവിതം എന്തായിരിക്കുമായിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന സമയത്തിന് വൈജയന്തി ഷോക്കാവട്ടോ. വൈജയന്തി ചോദിക്കുന്നതിന് അതിന് മാത്രം അവൾ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ചോദിക്കും. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നതിന് എന്താണ് നീ എല്ലാം മറന്നുപോയോ? അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലേ? അവൾ അവളുടെ കാമുകനെ കൂടെ കൂട്ടിയില്ലേ? എന്നിട്ട് ബെഡ്റൂമിൽ കൊണ്ടുപോയി ആക്കിയില്ലേ? അലീന എങ്ങാനും ആ സീന് കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ പിന്നെ എന്തായിരിക്കും അവളുടെ ഭാവി? എന്തായിരിക്കും അവളുടെ അവസ്ഥ? അതുപോലെ തന്നെ രോഹിത് ഈ കുട്ടിയോട് എന്താണ് ചെയ്തത് എന്ന കാര്യം നിനക്കറിയല്ലോ അല്ലേ? സ്വന്തം മക്കളെ പറ്റിയിട്ട് ഭർത്താവ് ഇങ്ങനെ അപമാനം വിളിച്ച് പറയുന്നത് കേൾക്കുന്ന സമയത്തിന് വൈജയന്തിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ തല കുനിച്ച് നിൽക്കുമായിരിക്കട്ടെ വൈജയന്തി. ബാലചന്ദ്രൻ പറഞ്ഞിട്ട് അലീന ഈ വീട്ടിലുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ മക്കൾക്ക് യാതൊന്നും തന്നെ സംഭവിക്കാതിരുന്നത്, അരുതാത്തതൊന്നും തന്നെ സംഭവിക്കാതിരുന്നത്. അലീന ഈ വീട്ടിലെ നമ്മുടെ മക്കളെല്ലാം തന്നെ സ്വന്തം കൂടപ്പിറപ്പായി കണ്ടു. അവൾ എല്ലാവരെയും ഒരുപോലെ തന്നെ സ്നേഹിച്ചു. അവൾ അവളുടെ സ്വന്തം വീടായി കണ്ട്, സ്വന്തം വീട്ടുകാരായി കണ്ട് എല്ലാവർക്കും വേണ്ടതെല്ലാം തന്നെ കൃത്യമായിട്ട് ചെയ്തു കൊടുത്തു. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തിന് വൈജയന്തിയുടെ സമനില അങ്ങ് നഷ്ടപ്പെട്ടു പോവാണ്. വൈജയന്തി ഇതിനെ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ബാലചന്ദ്ര? നിങ്ങൾ എന്തിനാ വീണ്ടും വീണ്ടും ഇവളെ പറ്റി ഇങ്ങനെ പുകഴ്ത്തി വാഴ്ത്തി സംസാരിക്കുന്നത്? ഈ പിഴച്ചളെ പറ്റിയിട്ട് ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കാൻ നിങ്ങൾക്ക് എന്താ നാണമില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്തിന് ബാലചന്ദ്രൻ അങ്ങ് ദേഷ്യം വരട്ടോ. അങ്ങനെ സ്വന്തം മകളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഇതിനെ ബാലചന്ദ്രൻ ആദ്യമായിട്ട് വൈജയന്തിയെ ഇട്ടടിക്കുകയാണ്. അതോടുകൂടി തന്നെ വൈജയന്തിക്ക് അങ്ങ് ദേഷ്യം വരും. എന്താ ഞാൻ പറഞ്ഞതിന് തെറ്റുള്ളത്? ഇവൾ പിഴച്ച പറ്റവളല്ലേ? ഇങ്ങനെ പിഴച്ചു പറ്റവളെ പുകഴ്ത്തി വാഴ്ത്തി സംസാരിക്കാൻ നിങ്ങളെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ എന്നൊക്കെ പറഞ്ഞു വൈജയന്തി ഇങ്ങനെ സംസാരിക്കുന്ന സമയത്തിന് ബാലചന്ദ്രൻ അത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ എല്ലാ സത്യങ്ങളും വിളിച്ചു പറയും. അതേടി, നീ തന്നെയാടി പിഴച്ചു പറ്റവളെ. നീ ആഗ്രയിലേക്ക് പഠിക്കാൻ പോയിട്ട് അവിടെ വെച്ചിട്ട് ഏതോ ഒരു പയ്യനുമായിട്ട് നീ ബന്ധം പുലർത്തി. അങ്ങനെ നിന്റെ കാമുകൻ നിനക്കൊരു കുഞ്ഞിനെ സമ്മാനമായിട്ട് തന്നില്ലേ? അങ്ങനെ നീ അല്ലേടി പിഴച്ചു പറ്റത്? ഒന്ന് ചിന്തിച്ചു നോക്ക്. 10-22 വർഷം മുൻപ് നീ അല്ലേടി പിഴച്ചു പറ്റവളെ രവീൻ. അങ്ങനെ പിഴച്ചു പറ്റ നീ ഒന്നും അറിയാത്തതുപോലെ 10-22 വർഷം എൻ്റെ കൂടെ ഒന്നും അറിയാത്തതുപോലെ ജീവിച്ചില്ലേടി? എന്നെ നീ ചതിക്കുകയായിരുന്നില്ലേടി? എൻ്റെ കൂടെ ജീവിച്ചിട്ട് എൻ്റെ 3 മക്കളെയും പ്രസവിച്ചിട്ട് പോലും നീ ഇത്രയും വലിയൊരു നീച പ്രവൃത്തി ചെയ്തിട്ട് ഇതെല്ലാം നീ എന്നിൽ നിന്നും മറച്ചു വെച്ചില്ലേ? നിന്നെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചതായിരുന്നു. നിനക്ക് എത്ര സാഹചര്യങ്ങൾ നിന്റെ മുന്നിലുണ്ടായിരുന്നു ഈ സത്യമെല്ലാം തന്നെ എന്നോടൊന്ന് തുറന്നു പറയാൻ. എന്നിട്ട് നീയും നിന്റെ വീട്ടുകാരും ചേർന്നിട്ട് അതെല്ലാം മറച്ചു വെച്ചിട്ട് എല്ലാവരും ചേർന്നിട്ട് എന്നെ വഞ്ചിക്കുമായിരുന്നില്ലേ? അങ്ങനെ ബാലചന്ദ്രൻ സകല സത്യങ്ങളും അലീഡൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ വൈജയന്തിയോട് ഇങ്ങനെ തുറന്നു പറയുന്ന സമയത്തിന് വൈജയന്തിക്ക് ആകെ ഇങ്ങനെ ഷോക്കേറ്റതുപോലെ നിൽക്കുകയാണ്. കണ്ണിലാകെ ഇരുട്ട് പറയുന്നത് പോലെ തോന്നി. വൈജയന്തിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ കയ്യും കാലൊക്കെ തളർന്നു പോകുന്നത് പോലെ തോന്നുകയാണ്. സത്യമെല്ലാം തന്നെ ബാലചന്ദ്രൻ വിളിച്ചു പറയുന്നതോടുകൂടി തന്നെ വൈജയന്തിയുടെ മനസ്സിൽ കുറേയധികം കാര്യങ്ങൾ അങ്ങനെ കടന്നു പോകുന്നുണ്ട്. എന്നാലും എങ്ങനെയായിരിക്കും ബാലചന്ദ്രൻ ഈ സത്യമെല്ലാം തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നത്? ആരായിരിക്കും ഈ കാര്യങ്ങളെല്ലാം തന്നെ ബാലചന്ദ്രനോട് തുറന്നു പറഞ്ഞിരിക്കുന്നത്? ദേഷ്യപ്പെടുന്ന സമയത്തിന് ബാലചന്ദ്രൻ അതിനിടയിൽ വൈജയന്തിയോട് പറയുന്നുണ്ട്, അതെ, നിന്റെ ആ കുഞ്ഞ് മരിച്ചു പോയിന്ന് നിന്റെ അച്ഛനും അമ്മയും ആങ്ങളമാരൊക്കെ നിന്നോട് കള്ളം പറഞ്ഞതാണ്. ആ കുഞ്ഞൊരിക്കലും മരിച്ചു പോയിട്ടൊന്നുമില്ല. അവർ തന്നെ ആ കുഞ്ഞിനെ ഒരു ഓർഫനേജിലാക്കുമായിരുന്നു. ആ കുഞ്ഞിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അത് കേൾക്കുന്നതോടുകൂടി തന്നെ വൈജയന്തിയുടെ കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ കണ്ണുനീര് പൊടിയും. വൈജയന്തി ചിന്തിക്കുന്നത്, എന്ത്, എൻ്റെ കുഞ്ഞ്, ഞാൻ പ്രസവിച്ച് എൻ്റെ കുഞ്ഞ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ആ കുഞ്ഞ് എവിടെയായിരിക്കും ഉള്ളത്? ഞാൻ പ്രസവിച്ച് എൻ്റെ പൊന്നോമന ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് അവളെ ഒന്നൊരു നോക്ക് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വൈജയന്തിയുടെ മനസ്സിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മിന്നിമാഞ്ഞു പോവും. ഇതെല്ലാം ചിന്തിച്ചിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ ഇനി ബാലചന്ദ്രനെ എങ്ങനെ താൻ ഫേസ് ചെയ്യും? സത്യമെല്ലാം ബാലചന്ദ്രൻ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി താൻ മക്കളെ എങ്ങനെ ഫേസ് ചെയ്യും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ആകെ ഇങ്ങനെ ഷോക്കേറ്റതുപോലെ നിൽക്കുമായിരിക്കട്ടെ വൈജയന്തി. പെട്ടെന്ന് തന്നെ വൈജയന്തി നേരെ മുറിയിലേക്ക് പോയിട്ട് വാതിലങ്ങ് കൊട്ടിയടക്കും. അതോടുകൂടി തന്നെ അലീനക്ക് ആകെ ടെൻഷനാവാണ്. അലീന പറഞ്ഞത്, അച്ഛാ ഇനി എന്ത് ചെയ്യും? മാഡം റൂമിൽ കയറി വാതിലടച്ചല്ലോ എന്നൊക്കെ പറയും. അലീനക്ക് ആകെ ടെൻഷനാവും കേട്ടോ. കാരണം ബാലചന്ദ്രൻ സകല സത്യങ്ങളും തിരിച്ചറിഞ്ഞിരിക്കുന്നു. പക്ഷേ 10-22 വർഷങ്ങൾക്ക് മുൻപേ തന്നെ വൈജയന്തി പ്രസവിച്ച ആ ഒരു കുഞ്ഞ് അത് അലീനയാണ് എന്ന സത്യമൊന്നും തന്നെ ബാലചന്ദ്രൻ അറിയില്ല എന്നാട്ടോ അലീന പോലും വിചാരിച്ചിരുന്നത്.
ബാലചന്ദ്രൻ പറഞ്ഞിട്ട് സാരമില്ല മോളെ പോട്ടെ, നീ എത്രയും പെട്ടെന്ന് തന്നെ എനിക്കൊരു ഗ്ലാസ് ചായ ഇട്ടുകൊണ്ട് വാ. അതൊക്കെ അവളുടെ വാശിയാണ്. അവൾ ഏതായാലും അവളുടെ വാശിയൊന്നും ഒരിക്കലും സമ്മതിച്ചു തരില്ല. അതുകൊണ്ട് അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. അങ്ങനെ ബാലചന്ദ്രൻ നേരെ മുറിയിലേക്ക് പോവാണ്. പക്ഷേ അലീനക്ക് ആകെ ടെൻഷനായിരിക്കട്ടോ. വൈജയന്തിയുടെ ഡോറാണെങ്കിൽ തുറക്കുന്നില്ല. കുറേ സമയമായിട്ട് റൂമിൽ നിന്നും ഒരു അനക്കവും ഇല്ലാത്തത് കൊണ്ട് തന്നെ അലീന ആകെ ടെൻഷനോട് കൂടെ നേരെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്ന് പറയുന്നുണ്ട്, അച്ഛാ പ്ലീസ് അച്ഛാ, അമ്മ വാതിലടച്ചിട്ട് ഇത് വേറ്റും ഒരു അനക്കവും ഇല്ല. അച്ഛനൊന്ന് വന്ന് നോക്ക് പ്ലീസ് അച്ഛാ, അച്ഛനൊന്ന് വന്ന് നോക്ക് എന്നൊക്കെ പറഞ്ഞ് അലീന വീണ്ടും വീണ്ടും ഇങ്ങനെ നിർബന്ധിക്കുകയാണ്. അങ്ങനെ അലീനയുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊടുത്തിട്ട് ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നിട്ട് റൂമൊക്കെ ഇങ്ങനെ തുറന്നു നോക്കുന്ന സമയത്തായിരിക്കട്ടോ വൈജയന്തി വാതിലടച്ചുകൊണ്ട് തന്നെ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നൊരു കാര്യം അവർ കാണുന്നത്. ബാലചന്ദ്രൻ എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും ബാലചന്ദ്രനെ ഫേസ് ചെയ്യാനൊന്നും വൈജയന്തിക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ആത്മഹത്യക്ക് ശ്രമിച്ചതായിരിക്കും വൈജയന്തി നേരെ ബാത്റൂമിലേക്ക് കയറിക്കൊണ്ട് തന്നെ കയ്യിൻ്റെ ആ ഒരു വെയിൻ അങ്ങ് കട്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ രക്തത്തിൽ അങ്ങനെ വാർന്നൊഴുങ്ങി കിടക്കുന്ന വൈജയന്തി ആയിരിക്കും ബാലചന്ദ്രൻ കാണുന്നത്. എന്നാൽ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് അലീനക്കും ബാലചന്ദ്രനും ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ വൈജയന്തി എടുത്തിട്ട് ബാലചന്ദ്രൻ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് വിവരം അറിഞ്ഞുകൊണ്ട് തന്നെ കമലയും മനുവും അച്ചമ്മയും എല്ലാവരും അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. വൈജയന്തിക്ക് സുഖമായിട്ട് അവൾ ഓക്കെ ആവുന്ന സമയത്തിന് ഉടനെ തന്നെ ബാലചന്ദ്രൻ അവളെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വരും. കുറ്റബോധം കൊണ്ട് നീറിക്കൊണ്ടായിരിക്കട്ടെ വൈജയന്തി ഇങ്ങനെ ബാലചന്ദ്രനെ നോക്കുന്നത്. ആ സമയത്തിന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ ഇത്രയും കാലം 10-22 വർഷം എൻ്റെ കൂടെ ജീവിച്ചിട്ട് നിനക്ക് ഇങ്ങനൊരു തെറ്റ് പറ്റിയെങ്കിൽ, ഇങ്ങനൊരു തെറ്റ് പറ്റിപ്പോയി എന്നൊരു വാക്കെങ്കിലും നിനക്ക് എന്നോട് പറയാമായിരുന്നു വൈജയ്. അങ്ങനെ നീ എല്ലാ സത്യങ്ങളും എന്നോട് തുറന്നു പറയുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ നിന്നോട് ക്ഷമിച്ചേനെ. നീ ഇല്ലാത്ത ഈ ഒരു ലോകത്തെ പറ്റിയിട്ട് ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയില്ല. എനിക്ക് ഒരുപാടധികം ഇഷ്ടമായിരുന്നു നിന്നെ. നിന്നോട് ഞാൻ ഇത്രമാത്രം ദേഷ്യം കാണിച്ചിരുന്നെങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നോടെന്നും സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷേ നീ എന്നോട് സ്നേഹം നടിച്ചിട്ട് ഇത്ര കാലം നീ എന്നെ ചതിക്കുമായിരുന്നില്ലേ? ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ നിനക്ക് എന്നോട് പറയാമായിരുന്നില്ലേ, നമ്മുടെ കല്യാണത്തിന് മുൻപ് നീ പ്രസവിച്ചിരുന്നു എന്നും നിനക്കൊരു കുഞ്ഞുണ്ട് എന്നൊക്കെ? ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും നിന്നോട് തുറന്നു പറഞ്ഞു. എന്നിട്ട് നീ നിൻ്റെ കാര്യങ്ങളൊക്കെ എന്നിൽ നിന്നും മറച്ചു വെച്ചെങ്കിൽ അത്രമാത്രം നീ എന്നെ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ അത്രമാത്രം നീ എന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്നൊക്കെയല്ലേ? നീ ഇത്ര കാലം 10-22 വർഷം എൻ്റെ കൂടെ ജീവിച്ചിട്ട് നിൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം പോലും നീ എന്നിൽ നിന്നും മറച്ചു വെച്ചു. ബാലചന്ദ്രൻ്റെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വൈജയന്തിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്നറിയില്ല കേട്ടോ. നിറകണ്ണുകളോട് തന്നെ വൈജയന്തി പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം ബാലചന്ദ്ര, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞ് നിറ കണ്ണുകളോടങ്ങനെ കൈ കൂപ്പി മാപ്പ് പറയായിരിക്കട്ടോ വൈജയന്തി. അത് കാണുന്ന സമയത്തിന് അലീനക്കും ബാലചന്ദ്രനൊക്കെ വല്ലാത്ത വിഷമായിരിക്കും. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മതി, ഈ ഒരൊറ്റ വാക്ക് കേൾക്കാൻ തന്നെയാണ് ഞാനും ആഗ്രഹിച്ചത്. ഈ ഒരു കാര്യം നിനക്ക് എപ്പോഴെങ്കിലും എന്നോട് തുറന്നു പറയാമായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ വൈജയന്തി ഇങ്ങനെ ചേർത്ത് പിടിക്കും. ഈ കാഴ്ച കാണുന്ന സമയത്തിന് അലീനക്കും ഒരുപാട് സന്തോഷമായിരിക്കും കേട്ടോ. അങ്ങനെ വൈജയന്തി ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം വീണ്ടും വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആ സമയത്ത് പോലും വൈജയന്തിക്ക് അറിയില്ലായിരുന്നു താൻ പ്രസവിച്ച തൻ്റെ സ്വന്തം മകൾ അലീനയാണെന്നുള്ള സത്യമൊന്നും തന്നെ വൈജയന്തിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ വൈജയന്തി ഒട്ടും ഇഷ്ടമില്ലെങ്കിൽ പോലും ബാലചന്ദ്രനോട് വീണ്ടും ആ ഒരു കുഞ്ഞിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ബാലചന്ദ്ര, എൻ്റെ കുഞ്ഞ്, ഞാൻ പ്രസവിച്ച എൻ്റെ കുഞ്ഞ്, ഞാൻ നൊന്ത് പ്രസവിച്ച എൻ്റെ കുഞ്ഞിനെ എനിക്കൊന്ന് കാണണമെന്നുണ്ട്. ആ കുഞ്ഞിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ബാലചന്ദ്രൻ അറിയാമോ? അന്നേരം ബാലചന്ദ്രൻ പറഞ്ഞിട്ട്, അതെ, എനിക്കറിയാമായിരുന്നു, എല്ലാ കാര്യങ്ങളും എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. നീ ഇതെല്ലാം തന്നെ എന്നിൽ നിന്നും മറച്ചു വെച്ചു എന്നൊരു ദേഷ്യം മാത്രമേ എനിക്ക് നിന്നോടുണ്ടായിരുന്നു. അന്നേരം വൈജയന്തി ചോദിക്കുന്നുണ്ട്, ആരാണ് എൻ്റെ കുഞ്ഞ്? ഞാൻ നൊന്ത് പ്രസവിച്ച ആ കുഞ്ഞ് ആരാന്ന് ചോദിക്കുന്ന സമയത്തിൻ്റെ ബാലചന്ദ്രൻ പറഞ്ഞിട്ട്, അതേ വൈജയ്, അലീനയാണ് നിൻ്റെ കുഞ്ഞ്. നീ പ്രസവിച്ച 10-22 വർഷങ്ങൾക്ക് മുൻപ് നീ പ്രസവിച്ച നിൻ്റെ കുഞ്ഞ് അലീനയാണ് എന്ന് പറയും. അതോടുകൂടി തന്നെ വൈജയന്തി ആകെ തകർന്നു പോവാണ്. ഇത്രയും നാളെ ഞാൻ ദ്രോഹിച്ചിരുന്നത് ഞാൻ നൊന്ത് പ്രസവിച്ച എൻ്റെ സ്വന്തം പൊന്നുമോളെയായിരുന്നോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വൈജയന്തിക്ക് വല്ലാതെ കുറ്റബോധം തോന്നിപ്പോവാണ്. ഒരു മനുഷ്യനെ എത്ര മാത്രം വേദനിപ്പിക്കാൻ പറ്റുമോ അത്രയും വളരെ ക്രൂരമായിട്ട് തന്നെയായിരുന്നു കേട്ടോ ഇത്രയും ദിവസം വൈജയന്തി അലീനയെ ഉപദ്രവിച്ചതും വിഷമിപ്പിച്ചതൊക്കെ. ഈശ്വര, എൻ്റെ പൊന്നുമോളെ ഞാൻ എത്രമാത്രം കഷ്ടപ്പെടുത്തി, അവളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ എത്ര ദുഷ്ടതകൾ ഞാൻ ചെയ്തു. ആവശ്യമില്ലാതെ ഞാൻ അവളെ ഒരുപാടധികം അടിച്ചിട്ടുണ്ട്. ബാലചന്ദ്രനുമായിട്ട് അവിഹിത ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പറയാൻ പാടില്ലാത്ത സകല കാര്യങ്ങളും ഞാൻ അവളെ പറ്റി പറഞ്ഞുണ്ടാക്കി. ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് എൻ്റെ കുഞ്ഞ് എങ്ങനെയാണ് ഇത് സഹിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വൈജയന്തി ആകെ സങ്കടപ്പെട്ട് കരയാണ്. പക്ഷേ തൻ്റെ സ്വന്തം മകളാണ് അലീന, അതായത് കല്യാണം കഴിയുന്നതിന് മുൻപേ തന്നെ തൻ്റെ സ്വന്തം ഭാര്യയ്ക്കുണ്ടായ കുഞ്ഞാണ് അലീന എന്ന കാര്യമെല്ലാം ബാലചന്ദ്രൻ തിരിച്ചറിഞ്ഞതിന് ശേഷം തന്നെയാണ് അലീനയെ സ്വന്തം മകളായിട്ട് അംഗീകരിച്ചതും സ്വന്തം മകൾക്കുള്ളൊരു വാത്സല്യം കൊടുത്തതും അവളെ ഇത്രമാത്രം സ്നേഹിച്ചതെന്നുള്ള കാര്യമെല്ലാം തന്നെ വൈജയന്തി മനസ്സിലാക്കും. അതോടുകൂടെ തന്നെ ബാലചന്ദ്രനോട് പറഞ്ഞതിനും എല്ലാത്തിനും കുറ്റബോധം തോന്നിപ്പോവാട്ടോ വൈജയന്തിക്ക്. അങ്ങനെ ബാലചന്ദ്രനോട് വല്ലാത്തൊരു ഇഷ്ടവും സ്നേഹമൊക്കെ തോന്നിപ്പോവാണ് വൈജയന്തിക്ക്. വൈജയന്തി പറഞ്ഞിട്ട്, മാപ്പ് ബാലചന്ദ്ര, ഏതായാലും നിങ്ങൾ എൻ്റെ മോളെ അംഗീകരിച്ചല്ലോ, എന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയല്ലോ.
ഇത്ര കാലം എനിക്ക് എല്ലാവരോടും ദേഷ്യവും വെറുപ്പും മാത്രമായിരുന്നു. ഞാൻ പോലും ഇഷ്ടപ്പെടാതെ എല്ലാവരും ചേർന്നിട്ട് നിങ്ങളെ എൻ്റെ തലയിൽ കെട്ടിവെച്ചത് ഒരിക്കലും ഞാൻ ഇതറിഞ്ഞിരുന്നില്ല. എന്നിട്ടും എനിക്കൊരു മകളുണ്ട് എന്നറിഞ്ഞിട്ട് പോലും ബാലചന്ദ്രൻ ആ മകളെ ചേർത്ത് പിടിച്ചല്ലോ. എൻ്റെ മനസ്സിലുള്ള വേദനകളെല്ലാം തന്നെ ഞാൻ കടിച്ചമർത്തിയിട്ട് മറ്റുള്ളവരൊക്കെ എൻ്റെ മുന്നിൽ വരുന്ന സമയത്തിന് അവരോടൊക്കെ ഞാനത് ദേഷ്യമായിട്ട് പ്രകടിപ്പിക്കുകയായിരുന്നു. എന്നാലും ബാലചന്ദ്രനെങ്കിലും എന്നെ മനസ്സിലാക്കിയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് വൈജയന്തി ഭയങ്കര കരച്ചിലായിരിക്കും. അന്നേരം ബാലചന്ദ്രൻ പറഞ്ഞിട്ട് പോട്ടെ വൈജയ്, അതൊന്നും സാരമില്ല. ഏതായാലും കുറച്ച് വൈകിട്ടാണെങ്കിലും നീ നിന്റെ സ്വന്തം മകളെ തിരിച്ചറിഞ്ഞില്ലേ എന്നൊക്കെ പറയും. അങ്ങനെ അവരെങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തിന് വൈജയന്തി പെട്ടെന്ന് അങ്ങ് ഉറങ്ങിപ്പോവും. അങ്ങനെ അന്ന് രാത്രി കിടന്നുറങ്ങുന്ന സമയത്തിന് ബാലചന്ദ്രന് വീണ്ടും ഒരു നെഞ്ചുവേദന വരുന്നുണ്ട് എന്ന് മാത്രമല്ല, ബാലചന്ദ്രൻ കുറേ തവണ വൈജയന്തിയെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വൈജയന്തി അതൊന്നും തന്നെ അറിഞ്ഞില്ല. പെട്ടെന്ന് വൈജയന്തിയെ തട്ടി എഴുന്നേൽപ്പിക്കുന്ന സമയത്തിന് വൈജയന്തി പെട്ടെന്ന് വെള്ളം എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് താഴേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ആ ഒരു സമയം കൊണ്ട് തന്നെ ബാലചന്ദ്രൻ കട്ടിൽ നിന്നും താഴേക്ക് വീണു. വീണ്ടും വൈജയന്തി ഇങ്ങനെ വിളിക്കാൻ നോക്കുന്ന സമയത്തായിരിക്കട്ടെ പെട്ടെന്ന് ബാലചന്ദ്രൻ അങ്ങ് കട്ടിലിൽ നിന്നും താഴേക്ക് വീഴുന്നത്. ആ ഒരു വീഴുന്ന ശബ്ദവും കേട്ടുകൊണ്ടായിരിക്കും വൈജയന്തി പെട്ടെന്ന് എഴുന്നേൽക്കുന്നത്. അന്നേരം വൈജയന്തി നോക്കുന്ന സമയത്തിന് ബാലചന്ദ്രൻ ഇങ്ങനെ താഴെ വീണ് കിടക്കുന്നതായിട്ട് കാണുമെന്ന് മാത്രമല്ല, ബാലചന്ദ്രൻ്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നൊക്കെ കുറേ അധികം ബ്ലഡ് പോയിട്ടുണ്ടാവും. ഇതെല്ലാം കണ്ട് ആകെ വെപ്രാളം പിടിച്ചുകൊണ്ട് തന്നെ വൈജയന്തി പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് അമ്മയും ബബിതയും രോഹിത്തിനെയൊക്കെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുന്നുണ്ടെങ്കിലും അവരൊക്കെ അങ്ങോട്ടേക്ക് വരുന്നതിന് മുൻപേ തന്നെ ബാലചന്ദ്രൻ അങ്ങ് മരിച്ചു പോവും. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ബാലചന്ദ്രന്റെ മരണം വൈജയന്തിൽ വല്ലാത്തൊരു ആഘാതം തന്നെയാണ് ഉണ്ടാക്കിയത്. ഇനി ജീവിതത്തിൽ താൻ ഒറ്റപ്പെട്ടു പോയി എന്നൊരവസ്ഥ അത് വൈജയന്തിക്ക് സഹിക്കാൻ പോലും കഴിയുന്നില്ല. വൈജയന്തി കുറ്റബോധത്തോടെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. തൻ്റെ ഭർത്താവ് തന്നെ ഇത്ര കാലം കൂടെ നിന്നിട്ട് ചേർത്ത് പിടിച്ചിട്ട് പോലും തന്നെ സ്നേഹിച്ചതിൻ്റെ 1% പോലും ബാലചന്ദ്രന് തിരിച്ചു കൊടുക്കാൻ അവൾക്ക് സാധിച്ചിട്ടില്ല. ബാലചന്ദ്രന്റെ മനസ്സ് മനസ്സിലാക്കിയിട്ട് താൻ ബാലചന്ദ്രനെ സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്കും ബാലചന്ദ്രൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ വിട്ടുപോയി. അങ്ങനെ വൈജയന്തി ആ ഒരു സത്യം മനസ്സിലാക്കുന്നുണ്ട്. താൻ ജീവിതത്തിൽ പോയും ഒറ്റപ്പെട്ടു പോയി എന്നൊരു സത്യം. അങ്ങനെ വൈജയന്തി മാനസികമായിട്ട് അങ്ങ് തകർന്നു പോകുന്നത് കൊണ്ട് തന്നെ ബാലചന്ദ്രൻ ഇത്ര കാലം പടുത്തുയർത്തിയ ബിസിനസ് കാര്യങ്ങളിൽ പോലും വൈജയന്തി ശ്രദ്ധിക്കുന്നില്ല. വൈജയന്തിയുടെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹം മാത്രമേ ബാക്കിയുള്ളൂ. താൻ നൊന്തു പ്രസവിച്ച തൻ്റെ സ്വന്തം മോള് അലീനയെ ഇനിയെങ്കിലും തൻ്റെ ജീവിതത്തോട് നെഞ്ചോട് ചേർത്ത് പിടിക്കണം, തൻ്റെ കൂടെ തന്നെ നിർത്തണമെന്നാണ്. അതിനു വേണ്ടിയിട്ടും വൈജയന്തി ഏതായാലും കാര്യങ്ങളൊക്കെ മുൻകൂട്ടിയിട്ട് തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. മനുവിൻ്റെ മനസ്സിൽ അലീനയോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് എന്ന കാര്യമെല്ലാം തന്നെ വൈജയന്തി മനസ്സിലാക്കിയിട്ടുണ്ടാവും. അന്ന് വൈജയന്തി മനുവും അലീനയും തമ്മിലുള്ള ബന്ധത്തെ എതിർക്കുകയാണ് ചെയ്തിരുന്നത്. മനുവിന് ഒരുപാടധികം ഇഷ്ടമായിരുന്നു അലീനയെ. പക്ഷേ ഒരിക്കലും ആ ബന്ധം വൈജയന്തിക്ക് ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വൈജയന്തി അതിനെ ശക്തമായിട്ട് തന്നെ എതിർത്തിരുന്നു. കമലക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അലീനയും മനുവുമായിട്ടുള്ള ആ ഒരു ബന്ധം നടത്തി കൊടുക്കാൻ. വൈജയന്തിയും കമലയും ചേർന്നുകൊണ്ടായിരിക്കും അന്ന് മനുവിനോട് ദേഷ്യപ്പെട്ടിരുന്നത്. എടാ, എവിടെയോ പിഴച്ചു പറ്റവളെ, അല്ലെങ്കിൽ ഒരു വേലക്കാരത്തിയായിട്ടാണോ നീ നിന്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ നോക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ 2 പേര് ചേർന്നിട്ട് മനുവിനോട് ഒരുപാടധികം ദേഷ്യപ്പെട്ടിരുന്നു. ആ സമയത്തൊക്കെ ശക്തമായിട്ട് തന്നെ മനു അവരൊക്കെ എതിർത്തുകൊണ്ട് തന്നെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അലീനയെ മാത്രമായിരിക്കും. അലീന അല്ലാതെ ഒരു പെണ്ണും എൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഉണ്ടാവില്ല. അലീന എൻ്റെ കൂടെ വേണമെന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം. ജീവിതകാലം മുഴുവൻ അവൾ എൻ്റെ കൂടെ ഉണ്ടാവും. അങ്ങനെ ഒരു കല്യാണത്തിന് നിങ്ങൾ സമ്മതമാണെങ്കിൽ മാത്രമേ ഞാൻ ഈ ജന്മം കല്യാണം കഴിക്കുന്നുള്ളൂ എന്ന കാര്യമൊക്കെ മനു തീർത്തും പറഞ്ഞിരുന്നു. വൈജയന്തിക്ക് ആദ്യം അലീന ആരാണെന്നുള്ള സത്യമൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ വൈജയന്തി അതിനൊക്കെ ശക്തമായിട്ട് തന്നെ എതിർത്തിരുന്നു. എന്നാൽ വൈജയന്തിയുടെ സ്വന്തം മകളാണ് അലീന എന്ന് മനസ്സിലാക്കിയതോടുകൂടി തന്നെ മനുവുമായിട്ട് അലീനയെ ഒന്നിപ്പിക്കണമെന്ന് മാത്രമായിരിക്കട്ടെ വൈജയന്തിയുടെ ലക്ഷ്യം. കാരണം അലീന ഒരിക്കലും ഈ വീട് വിട്ട് പുറത്തു പോകരുത്. അലീന ആരാണെന്നുള്ള സത്യം മറ്റാരും തന്നെ തിരിച്ചറിയരുത്. പക്ഷേ സ്വന്തം മോളെ എപ്പോഴും വൈജയന്തിക്ക് കണ്ടുകൊണ്ടേയിരിക്കണം. എന്നാൽ ഈ ഒരു കാര്യം പറയുന്ന സമയത്തിന് കമലമ്മ ഒട്ടും തന്നെ അതിന് സമ്മതിക്കുന്നില്ല. അവസാനം കമലമ്മയോട് ആ ഒരു സത്യം അങ്ങ് തുറന്നു പറയാട്ടോ വൈജയന്തി. അതായത് വൈജയന്തി പ്രസവിച്ച തൻ്റെ സ്വന്തം മകളാണ് അലീന എന്ന സത്യം. അങ്ങനെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി തന്നെയായിരിക്കും മനുവും അലീനയും തമ്മിലുള്ള ആ ഒരു വിവാഹം പോലും വൈജയന്തി നടത്തി കൊടുക്കുന്നത്. ബാലചന്ദ്രൻ പോലും ആഗ്രഹിച്ചത് ഇങ്ങനൊരു ജീവിതമായിരുന്നു. അതായത് അലീന എന്നും സന്തോഷവതിയായിരിക്കണമെന്നൊരു ജീവിതം തന്നെയായിരുന്നു. ഇനി ഏതായാലും മഴതോറും മുൻപേ സീരിയലിൽ അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡൊക്കെ വരാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.